സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജില്ലയിൽ ഒക്ടോബർ 2-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുതൽ അഞ്ചരക്കണ്ടി പുഴയിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി PRD ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മമ്മാക്കുന്ന് പാലത്തിന് സമീപം മുതൽ മുഴപ്പിലങ്ങാട് കടവ് വരെയുള്ള അഞ്ചരക്കണ്ടി പുഴയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ജലമേള ആരംഭിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 15 ജലരാജാക്കന്മാരാണ് മത്സരത്തിൽ പങ്കെടുക്കുക. AKG, പോടോത്തുരുത്തി A ടീം, B ടീം, റെഡ് സ്റ്റാർ കാര്യങ്കോട്, ന്യൂ ബ്രദേഴ്സ് മയിച്ച, വയൽക്കര മയിച്ച, AKG മയിച്ച, വയൽക്കര വെങ്ങാട്ട്, VBC കുറ്റിവയൽ, കൃഷ്ണപിള്ള കാവുംചിറ, പാലിച്ചോൻ അച്ചാംതുരുത്തി A ടീം, B ടീം, അഴീക്കോടൻ അച്ചാംതുരുത്തി, EMS മുഴക്കീൽ, നവോദയ മംഗലശ്ശേരി, സുഗുണൻ മാസ്റ്റർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മേലൂർ എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് 1.5 ലക്ഷം രൂപയും, 2ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 1 ലക്ഷം രൂപയും, 3ാം സ്ഥാനത്തിന് 50,000 രൂപയുമാണ് സമ്മാനത്തുകയായി നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ, രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളാകും. പ്രാദേശിക ടൂറിസം മേഖലയുടെ ഉണർവിനായി സംസ്ഥാനത്തെ 14 കേന്ദ്രങ്ങളിലായി നടത്തിവരുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം സംസ്ഥാനത്ത് ഇതുവരെയായി 5ാം തവണയും ജില്ലയിൽ 2ാം തവണയുമാണ് നടത്തുന്നത്. വരുന്ന 2-ാം തീയതി മുഴപ്പിലങ്ങാട് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിന്റെ ഏറെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയിലും ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർകളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ടൂറിസം മേഖലയിൽ കൂടുതൽ ഉണർവ് നൽകുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളാണുള്ളത്. അതിന് ഇത്തരത്തിലുള്ള പരിപാടികളും ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിന് വേണ്ടി സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറെ അനുഭവങ്ങൾ എടുത്തു വെച്ചു. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സജിത, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ്, DTPC സെക്രട്ടറി TK സൂരജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.